ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് ഒന്നാം ക്ലാസ്സിൻ്റെ 2025 നടന്ന കിതാബത്തിൻ്റെ ചോദ്യപേപ്പർ ഒന്ന് നോക്കാം. എന്താണ് നമുക്ക് ആദ്യം വരുന്നത്? കേട്ടെഴുത്താണ്. ഉസ്താദ് ഒരു പേപ്പറോ അല്ലെങ്കിൽ നോട്ട് ബുക്കോ കൊടുത്തിട്ട് അവരോട് എഴുതാൻ വേണ്ടി പറയും. ഉസ്താദ് പറഞ്ഞു കൊടുക്കും ഈ വേർഡ്സുകൾ, താഴെയുള്ള വേർഡ്സുകൾ. അപ്പോൾ ഇതുപോലെ അവർക്ക് പാഠഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും അക്ഷരങ്ങളാണ് കൂട്ടി എഴുതുന്നതും ഒക്കെ ഉള്ള വേർഡ്സുകളാണ് ഉസ്താദ് പറയുക. അപ്പോൾ അത് കുട്ടികൾക്ക് എഴുതാൻ കഴിയണം. ഇവിടെ വന്നത് എന്തൊക്കെയാണ്? ബാ, അതായത് ഫതഹയെ നീട്ടാൻ അലിഫ്. അപ്പോൾ അതുപോലെ ഉസ്താദ് മാ, ജാ, അങ്ങനെ ഏതെങ്കിലും വേർഡ്സ് നീട്ടാനുള്ളത് വന്നാൽ കുട്ടികൾ എഴുതാൻ കഴിയണം. ഇനി അടുത്തത് ജൂ, ലൊമ്മയെ നീട്ടാൻ വാവ്, മദ്ദക്ഷരമായ വാവ് വന്നിട്ടുണ്ട്. അതേപോലെ രീ, കസറയെ നീട്ടാൻ യാ. അപ്പോൾ അത് ഏതക്ഷരത്തെ നീട്ടാനാണ് വരുന്നത് എങ്കിൽ ഫതഹ ആണെങ്കിൽ അലിഫും, ലൊമ്മ ആണെങ്കിൽ വാവും, കസറയാണെങ്കിൽ യാ കൊണ്ടും കുട്ടി നീട്ടാൻ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തതാ ഫതഹ തൻവീൻ വന്നിട്ടുണ്ട്, സൻ. അതുപോലെ ജൻ, കൻ എന്നൊക്കെ വന്നാൽ ഫതഹ തൻവീൻ വരുന്ന എല്ലാത്തിനും ഒരു അലിഫ് ചേർത്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അത് മനസ്സിലാക്കണം. പിന്നെ കസറ തൻവീനാണെങ്കിലും ലൊമ്മ തൻവീനാണെങ്കിലും അതില്ല, അത് അക്ഷരം എഴുതിയിട്ട് അതിട്ടാൽ മാത്രം മതി. മനസ്സിലാക്കാം. ഈ അടുത്തതാ ബഹ്സുൻ, ബഹ്സുൻ, ബഹ്സുൻ. ദർസുൻ, ദർസുൻ. ഖശബുൻ, ഖശബുൻ, ഖശബുൻ. സഹറുൻ. അപ്പോൾ അത് ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അക്ഷരങ്ങൾ ഹാവും ഹാവും ഒക്കെ വേർതിരിച്ച് കുട്ടികൾക്ക് എഴുതാൻ മനസ്സിലായിരിക്കണം. ഇനിയാ തശാ ഉ, അവിടെയും നീട്ടാൻ ഷാ ഒന്ന് വന്നത് മനസ്സിലാക്കട്ടാ. പിന്നെ ഈജാദുൻ, ഈജാദുൻ. ഈ എന്നത് കസറയെ നീട്ടാൻ യാ. പിന്നെ ജീമ്, അത് രണ്ടും ചേർത്ത് എഴുതിയിട്ട് ഈജാദുൻ. ചേർത്ത് എഴുതേണ്ട അക്ഷരങ്ങളും ചേർത്ത് എഴുതാൻ പറ്റാത്തതൊക്കെ മനസ്സിലാക്കണം. ഇനിയാ ഹുഷൂറുൻ, ഹുഷൂറുൻ, ഹുഷൂറുൻ. ഇനിയാ റുത്തിബ, ഷദ് വരുന്നു, റുത്തിബ. കുട്ടിക്ക് മനസ്സിലാക്കിയിട്ട് ഷദ് ഇട്ട് കൊടുക്കാൻ കഴിയണം. പിന്നെ തസുറു, തസുറു എവിടെയാണ് വന്നത്? റായിനാണ് ഷദ് വരുന്നത്. ഇനി സജ്ജാജുൻ, സജ്ജാജുൻ. അവിടെ നീട്ടാനും ഉണ്ട്, ഷദ്ദുണ്ട്. അതേപോലെ നിങ്ങൾ ഓരോ വേർഡ്സുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ കുട്ടി അതിലെവിടെയാണ് ഷദ് വന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കാം. ഇനി അടുത്തത് എന്താണ്? ഇനി നോക്കി എഴുതാനാണ്. ഇനി പേപ്പർ നമ്മളെ കയ്യിൽ തരും. എന്നിട്ടോ നമ്മൾ ഇതിൽ താഴെ കൊടുത്ത പദങ്ങൾ നോക്കിയിട്ട് എഴുതണം. അതിൻ്റെ താഴെ ഒരു കള്ളിയുണ്ട് അല്ലേ, വിട്ടിട്ടുള്ള ഒന്നുമില്ലാത്ത കള്ളിയുണ്ട്, അതിലേക്ക് അത് നോക്കി എഴുതാം. ബു, ഹി, സ, ഷി. ഇത്രയും അക്ഷരങ്ങൾ അവിടെ പകർത്തി എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ അക്ഷരം വരാം. മ, മീ, ക, കി. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ കേട്ടോ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച അക്ഷരങ്ങളാണ് വരിക. അപ്പോൾ അത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പഠിക്കുക. ഇനിയാ അവിടെ നമ്മൾ ഓരോ പാഠത്തിലും അവസാനം സുക്കൂനുള്ള അക്ഷരം പഠിക്കൂലേ, ബ, ബി, ബു, ബ് അല്ലേ. അതുപോലെ ജ, ജി, ജു, ജ്, അതിൻ്റെയൊക്കെ ഉച്ചാരണം. ത, തി, തു, ത്, ബിത്ത് അല്ലേ, ത്. അങ്ങനെയുള്ള വേർഡ്സുകളാണ് അത് പകർത്തിയത്. ബിത്ത്. പിന്നെ ജുഷ്, ഹുദ്, ഹഷ്, സുർ. അത് താഴെ അവിടേക്ക് അതേപോലെ ചേർത്തിട്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നത് ചേർത്ത് എഴുതിയിട്ടും അല്ലാത്തത് വേർതിരിച്ച് എഴുതിയിട്ടും നമുക്കവിടെ കംപ്ലീറ്റ് ആക്കണം. ഇനി അടുത്തത് എന്താണ്? ജാബിറുൻ, മദ്ദക്ഷരത്തോട് കൂടിയിട്ട് നീട്ടാൻ വന്നത് കുട്ടി പകർത്തി എഴുതാൻ മനസ്സിലാക്കി എഴുതിയിരിക്കണം. പിന്നെ ബസീറുൻ, ബസീറുൻ, ബസീറുൻ. പിന്നെ തസൂറു, ഹദീദുൻ. ഇനി ഷദ് വരുന്നത് അല്ലേ,
ജദ്ദദ, ഉസ്സിസ, സബ്ബത, തുജാറുൻ. അത്രയും നോക്കി എഴുതാനാണ്. ഇനിയാ നമുക്കിവിടെ അക്ഷരങ്ങൾ ഓരോന്നും വേർതിരിച്ചാണ് തന്നത്. അതിന് എന്ത് ചെയ്യണം? നമുക്കിവിടെ ഉദാഹരണത്തിൽ തന്നിട്ടുണ്ടെന്ന് തസ് ജു ദു, തസ് ജുദു എന്ന് അല്ലേ, ചേർത്ത് എഴുതിയിട്ട് അതുപോലെ എഴുതി കൊടുക്കാനാണ്. അപ്പോൾ അവിടെ ഫസ്റ്റത്തെ അക്ഷരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹ ബി, ബി കസറേ നീട്ട യാ ഉണ്ട് അല്ലേ, ഹബീബുൻ. അപ്പോൾ അത് ചേർത്ത് എഴുതണം അല്ലേ. അപ്പോൾ ചേർത്ത് ഹ എഴുതുന്നത് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് ഹ ബി, ബി നീട്ട അതിനോട് ബാനോട് ചേർത്തിട്ട് യാ. അപ്പോൾ ഫസ്റ്റ് ഈ തലഭാഗം ഉണ്ടാവില്ല അല്ലേ, യാൻ്റെ തല ഇടാതെ ചേർത്ത് എഴുതുമ്പോൾ അത് ചേർത്ത് എഴുതുക അല്ലേ. ഹബീബുൻ, 4 അക്ഷരവും നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അവിടേക്ക് ചേർത്ത് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് തഷ്ബുത്തു, തഷ്ബുത്തു, തഷ്ബുത്തു അല്ലേ. അത് നമുക്ക് എല്ലാ അക്ഷരവും ചേർത്ത് എഴുതാൻ പറ്റും. അപ്പോൾ ത ഫസ്റ്റ് കുറച്ച് വലുതാക്കി എഴുതുമ്പോൾ അടുത്ത ത ചേർത്ത് എഴുതുന്നതൊക്കെ ബാഉ ഒക്കെ എന്താണ് കുറച്ച് ചെറുതാക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? തു ബ് സി റു, തുബ്സിറു, തുബ്സിറു, തുബ്സിറു എല്ലാം ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമുക്ക് ദാല്, വാവ്, റാ അതൊക്കെ ഇടയിൽ വരുമ്പോൾ ആണ് ചേർത്ത് എഴുതാൻ പറ്റൂല അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി ചേർത്ത് എഴുതി തന്നത് നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലെ വേർതിരിക്കാൻ തരും. അതായത് മുകളിൽ തന്ന തസ്ജുദു എന്നത് നമുക്ക് ചേർത്ത് തരും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ വേറെ ആക്കി കൊടുക്കണം. ത, സ്, ജു, ദു അങ്ങനെ ഓരോന്നാക്കിയിട്ട് എഴുതി കൊടുക്കാനും പഠിക്കണം. അപ്പോൾ 2 രീതിയിലും വരാം. ഏതാണ് വരിക നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നമുക്ക് വന്നത്. അപ്പോൾ ഇത് ഒരു മോഡലായിട്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ വരൂല. ഇതിലെങ്ങനെയാണോ വന്നത് അതുപോലെയാണ് അവർക്ക് വേറെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് ഉമ്മമാർ പാഠഭാഗത്തു നിന്ന് ഓരോ വേർഡ്സുകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ എഴുതാനും അത് ചേർത്ത് എഴുതാനും വേർതിരിക്കാനും പിന്നെ അതിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ വായിച്ച് നോക്കി പറയാനും ഒക്കെ കഴിയണം. അപ്പോൾ ആ രീതിയിൽ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ചോദ്യപേപ്പർ. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.